യൂട്യൂബ് ചാനൽ. മസ്തി ആൻഡ്രൂസ് ആദംസ് വേൾഡ്. ഒരു തട്ടിക്കൂട്ട് കറികളുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഒരു 2 കറി, അതായത് ഉച്ചയ്ക്ക് പെട്ടെന്ന് നമുക്ക് മുറ്റത്ത് ഒരു കുറേ കോവയ്ക്കൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് ഞാനൊരു മെഴുക്കുവരട്ടിയും വെച്ചു. കുറച്ച് ഉണക്ക ചെമ്മീൻ കിട്ടിയതുകൊണ്ട് അതൊന്ന് ചെമ്മീൻ ചമ്മന്തിയും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം അത് രണ്ടിൻ്റെയും കൂടെ വീഡിയോ ഒരുമിച്ച് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. വളരെ സിമ്പിളാണ്. വേറെ കറിയൊന്നും ഇല്ലാത്ത സമയത്ത് ഇതൊക്കെ ഒന്ന് മുറ്റത്തോട്ട് ഇറങ്ങുക. മുറ്റത്തിറങ്ങി കഴിഞ്ഞാൽ വല്ലതൊക്കെ എന്തെങ്കിലുമൊക്കെ കുഴിച്ച് വെച്ചാൽ ഇടയ്ക്കൊക്കെ ഇങ്ങനെയുള്ള കറികളൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പം നിങ്ങൾ എൻ്റെ കൂടെ വരിക. ഓക്കെ. ഇന്ന് ലഞ്ചിന് എന്ത് കറി വെക്കുമെന്ന് ഓർത്തിങ്ങനെ വളരെ വിഷമിച്ച് ഇറങ്ങി നോക്കിയപ്പോഴത്തേക്കിന് ഞാൻ കോല് നട്ടിരുന്നു. അപ്പം അതിൽ ഇപ്പം ഒരു 1.5 മാസമായി എനിക്ക് എല്ലാ ആഴ്ചയിലും കുറേശ്ശെ കോവയ്ക്ക കിട്ടാറുണ്ട്. അപ്പം ഞാനിപ്പം നോക്കിയപ്പോൾ കുറച്ച് കോവയ്ക്ക, എന്നാൽ ഞാൻ അതെല്ലാം ഒന്ന് പറിച്ചെടുത്ത് കഴുകിയിട്ട് അതിങ്ങനെ വട്ടത്തിലൊന്ന് ഇത് കണ്ടോ അരിഞ്ഞ് കുറച്ച് പത്തലുമുളകും കുരുമുളക് വെളുത്തുള്ളി ഇതെല്ലാം കൂടി ഒന്ന് ഇടിച്ചു. അതായത് ഇടിച്ചെന്ന് ഞാൻ മിക്സിയിലാണ് കേട്ടോ, മിക്സിയിലൊന്ന് ഒറ്റ കറക്കാം. അതിട്ട് അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾ, കുറച്ച് തേങ്ങാക്കൊത്തൊക്കെ ഇട്ടൊന്ന് പുരട്ടി വെച്ചിരിക്കുകയാണ്. ഇതൊരു മെഴുക്ക് പുരട്ടിയാക്കാം ഉച്ചയ്ക്ക് അല്ലേ, അപ്പോൾ എളുപ്പമുണ്ടല്ലോ. മെഴുക്ക് പുരട്ടിയായി. ഇനി ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാൻ പോവുകയാണ് ഞാൻ. അപ്പോൾ ഞാൻ ഒരു ചീനച്ചട്ടിയൊക്കെ വെച്ചു. അപ്പോൾ ചീനച്ചട്ടി വെച്ചു. അത് ചൂടായപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോൾ നമുക്ക് കുറച്ച് കടുക് ഇടാം. നല്ലവണ്ണം ഒന്ന് ചൂടാകട്ടെ, അല്ലെ കടുക് പൊട്ടത്തില്ല. ഇപ്പോൾ കോവയ്ക്കൊക്കെ ധാരാളം ഉണ്ടെന്ന് തോന്നുന്നു. എല്ലാ വീടുകളിലും ഒക്കെ ഇങ്ങനെ കോവയ്ക്ക നിറഞ്ഞു കിടക്കുകയാണ്. നല്ല മെഴുക്കുവരട്ടി വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. കുരുമുളകൊക്കെ ഏറെ ചേർത്ത് വേണം നമ്മൾ ഇത് കോവയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കാനായിട്ട്. അപ്പം ഞാൻ കുറച്ച് കടുക് ഇടുകയാണ്. അപ്പോൾ നമ്മുടെ കടുകൊക്കെ പൊട്ടിത്തുടങ്ങി. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. ഇനി നമുക്ക് കോവയ്ക്ക ഇതിലേക്കിടാം. എന്നിട്ട് നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കുക. കുരുമുളക് കുറച്ചേറെ വേണമെങ്കിൽ അതിനകത്ത് ടേസ്റ്റേ ഉള്ളൂ. ഞാനൊരു കുറച്ച് തേങ്ങ കൊത്തിയിട്ടിട്ടുണ്ട്. കുറച്ച് തേങ്ങ ഇതിനകത്തുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. നമുക്ക് ഇതൊന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ നമ്മുടെ കോവയ്ക്കൊക്കെ ഇങ്ങനെ വെന്തിരിക്കുകയാണ്. ഇനി കുറച്ച് ഉപ്പ് പൊടിയും കൂടി ഇടാം. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യാം. ചിലരൊക്കെ എന്നോട് ചോദിച്ചു എന്താണ് ഇങ്ങനെ ഇളക്കുന്നതെന്ന്. അതിന് കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. എൻ്റെ കൈ വയ്യാത്തത് കൊണ്ടാണ്. സർജറി കഴിഞ്ഞ് ഈ കമ്പി ഇട്ടിരിക്കുന്നത് കൊണ്ട് എനിക്ക് വേദനയുണ്ട്, നല്ല വേദനയുണ്ട്. എന്നാലും ഞാനൊക്കെ പണി ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇളക്കുമ്പോൾ ഒരു പ്രത്യേക രീതിയിൽ. അപ്പം 2-3 പേര് എന്നോട് പേഴ്സണലി എനിക്ക് മെസ്സേജ് ഇട്ട് എന്താണ് ഇങ്ങനെ ചെയ്യുന്നത് അങ്ങനെ ചെയ്യുന്നതെന്ന്. അപ്പം കൈ വയ്യാത്തതുകൊണ്ടാണ്, ക്ഷമിക്കുക. അപ്പം ഒരു കോവയ്ക്ക മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. അപ്പം ലഞ്ചിനുള്ള ഒരു കറി റെഡിയായി. ഇനി ഒരു 2 കറിയും കൂടെ വെക്കണം. അപ്പം ഓരോ കറികളായിട്ട് ഞാൻ ഇന്നത്തെ ലഞ്ച് നിങ്ങളെ കാണിച്ചു തരുന്നതാണ്. നല്ല കേട്ടോ, നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്.
കുരുമുളകിൻ്റെയൊക്കെ ഒരു സ്വാദം അങ്ങോട്ട് വന്നപ്പോഴത്തേന് ഭയങ്കര ടേസ്റ്റ്. അല്ലെങ്കിലും മെഴുക്കുവരട്ടിക്ക് നമ്മളെപ്പോഴും ഈ വറ്റൽമുളകും കുരുമുളകും വെളുത്തുള്ളിയും ചുമന്നുള്ളിയും കൂടെ ഇടിച്ച് ചേർക്കണം. പച്ചമുളക് ചേർക്കുന്നതിൽ നല്ലത് ഒരു പ്രത്യേക ടേസ്റ്റാണ്. എല്ലാ മെഴുക്കുവരട്ടിക്കും ഇതായിരിക്കും നല്ലത്. പച്ചമുളകിനേക്കാളും കുറച്ചുകൂടെ ടേസ്റ്റ് ഇതിനാണ്. അപ്പോൾ നമ്മുടെ കോവയ്ക്ക മെഴുക്കുവരട്ടി റെഡി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. വളരെ എളുപ്പത്തിൽ നമുക്കിത് ഉണ്ടാക്കാവുന്നതാണ്. അപ്പം മറ്റൊരു കറി ഇനി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ലഞ്ചിന് ഞാൻ ഓർത്തു കുറച്ച് ഉണക്കച്ചെമ്മീൻ ചമ്മന്തി ഉണ്ടാക്കാമെന്ന്. അതിനുവേണ്ടി ഞാൻ കുറച്ച് ഉണക്കച്ചെമ്മീൻ അതിൻ്റെ തലയും പാലും ഒക്കെ കളഞ്ഞിട്ട് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. ഇനി ഇത് കഴുകിയെടുത്തിട്ട് ഒന്ന് വറക്കുമല്ല, എന്നാൽ നനവല്ല ഒന്ന് മാറ്റി എടുക്കുവേ. അതിനുവേണ്ടി ഞാനൊരു പാനിലേക്ക് ആ കഴുകിയ ഉണക്കച്ചെമ്മീന് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ്. നല്ലവണ്ണം ഒന്ന് ചൂടാക്കിയിട്ട് എനിക്ക് ഉണക്കമീനും ഒക്കെ ചമ്മന്തി ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ ഇടയ്ക്കൊക്കെ ഈ ചിക്കനും മീനും ഒക്കെ ഒന്ന് മാറ്റിയിട്ട് ഇങ്ങനെയുള്ള കറികളൊക്കെ ഒന്ന് ഇടയ്ക്ക് ഉണ്ടാക്കും. ശരിക്കും പറഞ്ഞാൽ അപ്പോഴാണ് നമ്മൾ കൂടുതൽ കഴിക്കുന്നത്, ചോറൊക്കെ കൂടുതൽ കഴിക്കാൻ പറ്റുന്നത് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കറികളാണ്. എനിക്ക് അതാണ് ഇഷ്ടം. ഇത് ചൂടായി വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചെമ്മീനൊക്കെ ഏകദേശം ഒന്ന് മൂത്ത്, ഇനി നമുക്ക് അടുപ്പൊന്ന് ഓഫാക്കിയിട്ട് അതിന് വേണ്ടുന്ന തേങ്ങ, ഉള്ളി, കറിവേപ്പില, കാന്താരിയൊക്കെ എടുത്ത് നമുക്കൊന്ന് മിക്സിയിലിട്ട് ആദ്യം ചെമ്മീൻ പൊടിക്കണം. അതിന് ശേഷം തേങ്ങയും കാന്താരി ഉള്ളിയും കൂടെയൊക്കെ ഇട്ടിട്ട് ഒറ്റ പ്രാവശ്യം ഒന്ന് ക്രഷ് ചെയ്തെന്ന പോലെ മതി. ഒത്തിരി അങ്ങ് അരിഞ്ഞു പോകരുത്. അപ്പോൾ നമ്മുടെ കാന്താരിയിൽ നിന്ന് കാന്താരി ഫ്രഷായിട്ട് നമുക്ക് പറിച്ചെടുക്കാം. അത് ഭയങ്കര ടേസ്റ്റാണ്. കാന്താരിയൊക്കെ ഫ്രഷായിട്ട് വേണം നമ്മൾ എടുക്കാനായിട്ട്. അപ്പം എനിക്ക് കുറച്ച് കാന്താരി കണ്ടോ, കാന്താരിയുണ്ട്, പിന്നെ ഇഞ്ചിയുണ്ട്, കൂർക്ക നട്ടിട്ടുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാനിവിടെ ചെയ്തിട്ടുണ്ട്. ഉള്ള സ്ഥലത്ത് ഇതിങ്ങനെ കൃഷി ചെയ്യുന്നുണ്ട്. കൃഷി എന്ന് പറയാൻ പറ്റുകയില്ല, ചെറുതായിട്ട്. എനിക്ക് അത്യാവശ്യം ഉള്ള ഇപ്പോൾ ഇഞ്ചിയൊക്കെ ആണെങ്കിലും നമ്മൾ വാങ്ങിക്കും, എന്നാലും ചില സമയത്ത് അത് തീർന്നു പോയാൽ എന്ത് ചെയ്യും. അതുകൊണ്ട് ഞാനിങ്ങനെ ഗ്രോ ബാഗിൽ കുറേ ഇഞ്ചിയും അതുപോലെ തന്നെ നമ്മുടെ കൂർക്ക എനിക്ക് കുറച്ച് ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷവും ഞാൻ കുറേ എടുത്തു. പിന്നെ കാന്താരി ഞാൻ എപ്പോഴും നടും. എനിക്കിഷ്ടമാണ്. ഈ മാങ്ങയ്ക്കുമൊക്കെ ഉണ്ടല്ലോ, കാന്താരി ഉപ്പും മാങ്ങയുടെ കൂടെയൊക്കെ ഇങ്ങനെ ഇട്ട് എടുക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റല്ലേ. അപ്പം ഞാനിപ്പോൾ ഇതിനാവശ്യമായ കാന്താരി കുറച്ചുണ്ട്. അപ്പം അത്യാവശ്യം നമുക്കിപ്പോൾ ഈ ചെമ്മീൻ ചമ്മന്തിക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് മതി. ഭയങ്കര എരിവാണ്, അതുകൊണ്ട് കുറച്ച് ഞാൻ എടുക്കുകയാണ്. ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ആ വറുത്ത് വെച്ചതായ ചെമ്മീൻ ഇട്ട് കൊടുത്തു. ഇത് ഒന്ന് മിക്സിയിലൊന്ന് പൊടിച്ചിട്ട് വേണം അടുത്ത നമ്മുടെ തേങ്ങ, കാന്താരി, ഉള്ളി, കറിവേപ്പില എന്നിവ ചേർക്കണം. എന്നിട്ട് കുറച്ച് ഉപ്പുപൊടിയും കൂടെ നമുക്ക് ചേർക്കാം. നമ്മുടെ ചെമ്മീനൊക്കെ ഇങ്ങനെ പൊടിഞ്ഞു. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ചേർക്കുകയാണ്. ഇതിന് ശേഷം ഞാൻ ഇതിലേക്ക് കാന്താരി ഇട്ടു. കാന്താരിയും തേങ്ങയും കൂടി ഇടുന്നത്. ഉള്ളി, കറിവേപ്പില, ഉപ്പ് ചേർത്തു. ഇനി ഇതെല്ലാം ചേർത്തിട്ട് നമുക്ക് മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ മിക്സിയിലൊന്ന് പൊടിച്ചെടുത്തു നമ്മുടെ ചെമ്മീൻ ചമ്മന്തി. അപ്പോൾ ചെമ്മീൻ ചമ്മന്തി നല്ല ടേസ്റ്റാണ്. നമുക്ക് വലുതായിട്ടൊന്നും കറികളൊന്നും ഇല്ലാത്ത സമയത്ത് ഇങ്ങനെയൊക്കെ നമുക്ക് ചെറിയ ചെറിയ കറികളൊക്കെ ഉണ്ടാക്കി കഴിക്കാം. ഞാൻ കുറച്ച് ചെമ്മീനും അതുപോലെ ഉണക്കമീനൊക്കെ മേടിച്ചിട്ട് ഞാൻ ഫ്രീസറിൽ എപ്പോഴും വെച്ചേക്കും. നമുക്ക് മീനോ ഒന്നും കിട്ടാത്ത സമയങ്ങളിൽ ഇതൊക്കെ എടുത്ത് നമുക്ക് ചെറുതായിട്ട് ഇതുപോലെ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റാണ്. അതും ശരിക്കും പറഞ്ഞാൽ ചൂട് ചോറിൻ്റെ കൂടെ നല്ല ടേസ്റ്റാണിത്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക്
കോവയ്ക്ക മെഴുക്കുവരട്ടി, മാമ്പഴ പുളിശ്ശേരിയുണ്ട്, ഈ ചെമ്മീൻ പൊടിയുണ്ട്, പിന്നെ മീനച്ചാർ ഇരിപ്പുണ്ട്, കടുമാങ്ങയുണ്ട്. അങ്ങനെ കുറച്ച് കറികളൊക്കെ ഇരിപ്പുണ്ട്. പക്ഷേ എനിക്കൊരു 1-2 കറി മതി. ഈ മീൻ പൊടിയും പഴമാങ്ങ പുളിശ്ശേരിയൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് അത് മതി. എന്നാലും അതിൻ്റെ കൂടെ ഞാൻ 2-3 കറിയൊക്കെ വെക്കും. അപ്പോൾ ഇനിയിപ്പം നാളെ വെച്ചാൽ മതിയല്ലോ കറികളൊക്കെ. അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം എല്ലാവർക്കും നന്ദി.